മലയാള സിനിമയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പ്രണയവും വിവാഹവുമായിരുന്നു നടൻ മനോജ് കെ ജയന്റെയും ഊർവശിയുടെയും. 2000-ലാണ് ഇരുവരും വിവാഹിതരായത്. എന്നാൽ ഈ ബന്ധം അധികനാൾ നീണ്ടുനിന്നില്ല. 2008-ൽ ഇരുവരും വിവാഹമോചനം നേടുകയും ചെയ്തു. വേർപിരിഞ്ഞതിനു ശേഷം 2013-ലായിരുന്നു ഊർവശി വീണ്ടും വിവാഹിതയായത്. ചെന്നൈയിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന ശിവപ്രസാദിനെയാണ് താരം വിവാഹം കഴിച്ചത്. ഈ ബന്ധത്തിൽ താരത്തിന് ഒരു മകൻ പിറന്നു. 40 വയസ്സ് പ്രായമുള്ളപ്പോഴായിരുന്നു ഊർവശി രണ്ടാമത് പ്രസവിച്ചത്. ഇപ്പോഴിതാ ആ പ്രായത്തിൽ ഒരു കുഞ്ഞ് വേണമെന്ന് തീരുമാനിക്കാനുള്ള കാരണം തുറന്നു പറയുകയാണ് ഊർവശി. കലച്ചേച്ചിക്ക് ഒരു മകൻ, മിനിച്ചേച്ചിക്ക് ഒരു മകൾ, എനിക്കൊരു മകൾ, എൻ്റെ സഹോദരന് ഒരു മകൻ. അമ്മ 5 പ്രസവിച്ചയാളാണ്. ശരിക്കും പറഞ്ഞാൽ 6. ഒരു കുട്ടി എനിക്ക് മുമ്പേ ജനിച്ചത് മരിച്ചുപോയി. നാളെ നിങ്ങളില്ലാത്ത കാലത്ത് കൂട്ടായിട്ട് ഒരു കൂടപ്പിറപ്പ് കൂടി വേണമെന്ന് അമ്മ എപ്പോഴും എല്ലാവരോടും പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. അതൊരു അടിസ്ഥാനപരമായ കാര്യം തന്നെയാണ്. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും നാട്ടിൻ പുറത്തുകാരാണ്. കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മകൻ്റെ ഒരു കൊച്ചിനെ കാണാൻ ഒത്തില്ലല്ലോ എന്ന് അവർക്ക് തോന്നരുതല്ലോ. ആ ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. മോളുണ്ടല്ലോ, അത് മതി എന്നുള്ള ചിന്തയിൽ കവിഞ്ഞ് ചില കാര്യങ്ങൾ തോന്നി. അവർ എന്നെ ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല. എൻ്റെ ഭർത്താവ് പോലും എന്നെ നിർബന്ധിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നി കുഞ്ഞ് വേണമെന്ന്. ഞാൻ എൻ്റെ ശരീര സൗന്ദര്യത്തെക്കുറിച്ച് ഒട്ടും ആകുലതപ്പെടാറില്ല. എന്നെ ഇങ്ങനെ തന്നെ അംഗീകരിക്കാവുന്ന സിനിമകളിൽ അഭിനയിക്കാമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ എന്നെ എങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിക്കണം എന്നാവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ തടിച്ചിരിക്കുമ്പോഴും മെലിഞ്ഞിരിക്കുമ്പോഴുമൊന്നും സിനിമയിൽ അഭിനയിക്കണമെന്ന് ഞാൻ ഒരു കാലത്തും ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ, അഭിനയിക്കാമെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മനസ്സറിയുകയും മനസ്സറിഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്ത മനുഷ്യരോടുള്ള ഇടപെടലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യം. ആളുകൾ അണിഞ്ഞൊരുങ്ങുന്നതൊക്കെ കാണാൻ വലിയ ഇഷ്ടമാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് ക്ഷമക്കേടാണ്. ഞാൻ ഷീലാമ്മയോടൊക്കെ ചോദിക്കാറുണ്ട്, എങ്ങനെ ഇങ്ങനെ ക്ഷമ വരുന്നു? രാവിലെ ഉടുക്കുന്ന സാരിക്ക് അനുസരിച്ചുള്ള നെയിൽ പോളിഷ് ആയിരിക്കും. പിങ്ക് നിറമാണ് ഷീലാമ്മയ്ക്ക് ഇഷ്ടം. വൈകിട്ട് മെറൂൺ സാരിയാണെങ്കിൽ ഇതെല്ലാം തൂത്തുതുടച്ച് വീണ്ടും സാരിക്ക് കണക്കായ നെയിൽ പോളിഷ് ഇടും. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ക്ഷമയുണ്ട്. കുട്ടികളുടെ മനസ്സാണ് ഷീലാമ്മയ്ക്ക്. മലയാള സിനിമയിൽ ഒരുക്കിക്കൊണ്ടുവരാൻ കഴിയുന്ന സുന്ദരിയാണവർ. അങ്ങനെയൊന്നും ഒരുങ്ങാൻ ആർക്കും ഒക്കത്തില്ല.